18 മുതൽ 22 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ താലപ്പൊലിയായ പനിക്കത്തോടിലെ താലപ്പൊലിയുടെ വിശേഷങ്ങളാണ് ഇന്ന്. പതിവ് പോലെ ഇക്കൊല്ലവും 3:30 ആയപ്പോഴത്തേക്കും ദേവി ചൈതന്യം ആവാഹിച്ച കലമാൻ കൊമ്പും ദേവിയുടെ പ്രതിരൂപമായ കന്യാവും ഊരുവലത്തിനായിട്ട് ഇറങ്ങി. ദേവി വരുന്ന വഴിക്ക് നമ്മൾ ഇതുപോലെ നിലവിളക്ക് നിറപറയൊക്കെ വെച്ചിട്ട് ദേവിയെ വരവേൽക്കും. ഈ താലപ്പൊലി രാത്രിയിലൊക്കെ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് താലപ്പൊലി പോകുന്ന വഴിയിലെല്ലാം നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കും. നമ്മുടെ വീടിന് അടുത്തുള്ള സ്ഥലത്ത് ദേവി വരുമ്പോൾ ഇതേ കൂട്ടി ഇങ്ങനെ തണുങ്ങിങ്ങനെ പൊക്കത്തിൽ വെച്ച് കെട്ടിയിട്ട് അതിന് തീയിടും. രാത്രിയായിട്ട് തന്നെ നല്ല രസമാണ് ഇങ്ങനെ കാണാനായിട്ട്, ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ ഈ തീപ്പൊരിയൊക്കെ പറക്കുന്നത് കാണാൻ. നമ്മുടെ അവിടെ പിന്നെ ദേവി വന്നപ്പോഴത്തേന് വെളുപ്പിന് 3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ കന്യാവ് ഉറക്കമായിരുന്നു. അത് നമ്മൾ പിന്നെ അത് കണ്ട് തൊഴുതിട്ട് പിന്നെ ബാക്കി നടക്കാനായിട്ട് പോയി. ദേവി വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. ഇതേ കൂട്ട് വേറെ സ്ഥലങ്ങളിലും ദേവി ഇരിക്കാറുണ്ട്. പാവുമ്പ ദേവീപീഠമാണിത്. ഇവിടെയാണ് പാവുമ്പ ദേവിയായിട്ടുള്ള ദേവീ സംഗമം നടക്കുന്നത്. നമ്മുടെ ഇക്കൊല്ലത്തെ പാവുമ്പ കന്യാവായിരുന്നു അത്. വഴിയിലെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡൊക്കെ കാണുമേ. അപ്പോൾ ഇത്രയും ദൂരം നടന്നാലും നമുക്ക് അതിൻ്റേതായ ക്ഷീണമൊന്നും അങ്ങനെ തോന്നത്തില്ല. നമ്മളങ്ങനെ നടന്ന് അമ്പലത്തിൽ എത്തിയപ്പോഴത്തേന് വെളുപ്പിന് 5:30 ആയിരുന്നേ. പിന്നെ നമ്മൾ കന്യാവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. കന്യാവിന് വന്ന് നിൽക്കാനുള്ള കളത്തട്ടയിലിടാനായിട്ടുള്ള പൂവൊക്കെ ഇറുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ പൂവൊക്കെ ഇറുത്തു. അവിടെ പിന്നെ കുറച്ച് പറയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ദേവി തിരിച്ച് അമ്പലത്തിലെത്തി. അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പായ താലപ്പൊലിയും കഴിഞ്ഞ് 10 ദിവസത്തെ ഉത്സവത്തിനുള്ള കൊടിയേറുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.